ശ്രീ പ്രകാശ് മാസ്റ്റർ, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ ആരോപണം അങ്ങ് കേട്ടുവല്ലോ. അതുപോലെ കള്ളനാക്കാനുള്ള ശ്രമം സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണോ? ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും അവർ നയിക്കുന്ന UDFും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഏതെല്ലാം മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ ആ മേഖലകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് ആ മേഖലയാകെ തന്നെ ആകെ തകർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൂടി മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലക്കകത്ത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം രാജ്യത്തിലാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് ആഗോള അംഗീകാരം എന്നുള്ള നിലക്ക് വിക്ടോറിയൻ പാർലമെൻറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ ഈ വർഷം ആദരിച്ചത്. RCCക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമാണ് 2024 ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഇന്ത്യയിലെ സംസ്ഥാനമായിട്ട് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളമാണ്. നേരത്തെ 50,000-ൽ താഴെ മാത്രം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് 50,000-ൽ താഴെ മാത്രം സൗജന്യ ചികിത്സ കൊടുത്ത സ്ഥാനത്ത് ഇവിടെ 6 ലക്ഷം ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത ഒരു നിലയിലേക്ക് ഈ കേരളം വികസിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സാധാരണക്കാർക്ക് ആശ്രയിക്കാനാവുന്ന ഒന്നായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രികൾ തൊട്ട് മേലോട്ട് എല്ലാ മേഖലക്കകത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുണ്ട്. കേരളത്തിലുള്ള കുടുംബാരോഗ്യ താഴെയുള്ള ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ, നേരത്തെ ഉള്ളതിൻ്റെ 10 ഇരട്ടിയിലേറെ ഈ കേരളത്തിലെ പൊതുമേഖല ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ചിത്രം. ഇപ്പോൾ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയേറെ ആളുകളാണ് ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് മുന്നോട്ടേക്ക് വരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന സമിതി റിപ്പോർട്ട് പരിശോധിച്ചാൽ അവിടെ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം, 2024 ഈ സ്ഥാപനത്തിൽ 57,116 OP പേഷ്യൻസ് ഉണ്ടായിരുന്നു. 2,482 IP പേഷ്യൻ്റ് ഉണ്ട്. 1,821 മേജർ സർജറികൾ നടന്നിരിക്കുന്നു 24-ൽ. 1,077 മൈനർ സർജറികൾ നടന്നിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ മാത്രമായിട്ട് 2.5 കോടിയുടെ ഉപകരണമാണ് ഒരു വർഷം ഈ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 24-25 വർഷം മാത്രം 67 ലക്ഷം രൂപയുടെ ഉപകരണം ഈ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് നമ്മൾ അങ്ങയുടെ ഭാഷയിലും സർക്കാരിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഭാഷയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാ നേട്ടങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടുള്ളതിനാൽ അങ്ങ് ഇപ്പോൾ എണ്ണി പറഞ്ഞ പൊന്തൂവലുകൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നു. ഇനി അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഡോക്ടറെ കള്ളനാക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. അതായത് ഈ യൂറോളജി വിഭാഗത്തിലെ ഒരു ഉപകരണം കാണാതെ പോയിരിക്കുന്നു എന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഡോക്ടർ അവിടെ ചാർജ് എടുക്കുന്നതിന് മുൻപേ നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ്. 1 വർഷമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവിടെ സ്ഥാനമേറ്റെടുത്തിട്ട് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ, ഈ പരിമിതികളിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അടക്കം നടത്തിയ പ്രതികരണങ്ങളിലും നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയപ്പെടുകയും ഇന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ആ കാര്യം എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. അദ്ദേഹം കഠിനാധ്വാനിയാണ്, അദ്ദേഹം സൽസ്വഭാവിയാണ്, അദ്ദേഹത്തോളം മികച്ച ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്നതായിരുന്നോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് അംഗീകരിക്കപ്പെട്ട 1960-ൽ അംഗീകരിക്കപ്പെട്ട കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് അനുസരിച്ച് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അധികൃതരുടെയോ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വ്യക്തമായ നിലക്കുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന കള്ളനാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ റിപ്പോർട്ടിനകത്തുള്ള ഒരു ചെറിയ ഭാഗത്തെ അടർത്തി മാറ്റി സതീശൻ പറയുകയാണ്. നിർഭാഗ്യവശാൽ നിങ്ങൾ അതിൽ കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ അതിൽ അവസാന വാചകം എന്താ? ആ റിപ്പോർട്ടിനകത്തുള്ള അവസാന വാചകം, ഈവൻ ദോ the intention of Dr. Harris was good, the enquiry committee observes that there is violation of conduct which has to be discouraged. ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ആക്ഷേപം. ഇവിടെ അവിടെ എന്തെങ്കിലും
ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന് പരിശോധിക്കാനായിരുന്നു കമ്മീഷൻ. ഒരു ഡോക്ടർ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് കേരളത്തിൽ നടത്തിയ ആരോഗ്യരംഗത്തെ സകല നേട്ടങ്ങളെയും നിരാകരിച്ച് ഇതാണ് കേരളത്തിലെ പൊതു ആരോഗ്യരംഗം, ആരോഗ്യരംഗമാകത്തിൻ്റെ വെന്റിലേറ്ററിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അദ്ദേഹം എത്ര നല്ല ഇൻറ്റൻഷനോട് പറഞ്ഞതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വഴി അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കാനാണ്. ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഈ മേഖല സകല മുന്നേറ്റങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് അതെങ്ങനെ അദ്ദേഹത്തെ കള്ളനാക്കുക എന്നുള്ള കാര്യമാവുക. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ അത് അന്വേഷണം നടത്തണ്ടേ? അന്വേഷണം നടത്താൻ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ CPM-കാരോ ഒന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അങ്ങ് തന്നെയാണ് പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഉപകരണം കാണാതായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നില്ല ആ സമിതി എന്ന്. പക്ഷെ ആ സമിതി അതിന്റെ നിർദ്ദേശങ്ങളിലും കണ്ടെത്തലുകളിലും കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞു. ഇപ്പൊ അടർത്തി മാറ്റാനാണെങ്കിലും ആ റിപ്പോർട്ടിൽ അതുണ്ട്. അപ്പോൾ നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു കാര്യം പറയുകയും ആ കാര്യം തന്നെ ആരോഗ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ അങ്ങിപ്പോൾ പറയുമ്പോൾ വളരെ വെള്ളം ചേർത്ത് അതിൽ എന്താണ് ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിലും അത് ഉപയോഗപ്പെടുത്തി സർക്കാരിനെ അവമതിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് അങ്ങനെയല്ല. ഡോക്ടർക്ക് കിട്ടിയ മെമ്മോയിൽ പറയുന്നത് ഇക്കാര്യങ്ങളിലെ തെറ്റായ വിവരം പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ശ്രമിച്ചത് എന്ന് തന്നെയാണ്. അതായത് ഡോക്ടർ ശ്രമിച്ചു എന്നു തന്നെയാണ് ആ മെമ്മോയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള വെള്ളം ചേർക്കലുകൾ അത് കുറച്ചൊന്ന് ലൈറ്റാക്കി അതൊന്ന് ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരികയും ചെയ്യും.